ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ ചോല എന്ന് പറഞ്ഞിട്ടോ ഒരു അരുവി, ചെറുതായിട്ടുള്ളൊരു മഴവെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ച് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ചോല എന്ന് ഞങ്ങളവിടെ പറയാം. അപ്പോൾ കുറേ ആയിട്ടോ അവിടേക്ക് പോയിട്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങി പട്ടിപ്പൊളിയാണ് കേട്ടോ. ഞങ്ങളവിടെ കുട്ടിക്കാലത്തൊക്കെ ഇതിലിങ്ങനെ കളിച്ച് വളർന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കൂടെ നമുക്ക് ഇതിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ കുട്ടികളുടെ കൂടെ ആകുമ്പോൾ നമ്മൾ ആ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് തിരിച്ചെടുക്കുകയും ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ഇതാ നല്ല മഴയുള്ള സമയത്തൊക്കെ ഇതിൽ നിറച്ച് വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ പണ്ട് മുതലേ നമ്മളിത് കണ്ടു വളർന്നതാണ്. ഇപ്പോൾ കുറേ ആയിട്ടോ ഈ ഭാഗത്തൊക്കെ അങ്ങനെ വെള്ളം ഉണ്ടായിട്ട് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ തൊട്ടടുത്തുള്ളതിൽ കുറേ കളിച്ചിട്ട് അവർ പറഞ്ഞു അപ്പുറത്ത് പാടുണ്ട്, അവിടെ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അവരുടെ കൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെയും ഞങ്ങൾ പണ്ട് ഇങ്ങനെ വന്ന് കളിച്ച സ്ഥലങ്ങൾ കേട്ടോ. അധിക വീട്ടുകാർ ഇവിടെ വന്ന് അലക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ വന്നിട്ട് ഇതിൽ കളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടുന്ന് മീൻ പിടിക്കും, അതേപോലെ കുപ്പിയിലിടും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരും അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവർക്ക് അറിയോ എന്തോ അറിയില്ല, പക്ഷെ മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് അവരെൻ്റെ കൂട്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ വന്നു. ഇവിടെ നിറച്ച് വെള്ളമാണ് കേട്ടോ. പാടായതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള വെള്ളങ്ങളങ്ങനെ ഒലിച്ച് വരുന്ന സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. മീൻ പിടിച്ചോ? ഗ്യാസ് ഓല എടുത്ത് കൊടുക്കോൽക്ക് കിട്ടും വെക്കാൻ. കിട്ടിയില്ലയോ? കോരാനറിയില്ല അതിന് മീന്. ആ അങ്ങനെ വെക്കേ അടീക്കൊക്കെ ഷാളൊലിച്ചോ. മീൻ പിടിച്ചാനറിയാത്ത കുട്ടികളാണ് നിങ്ങള്. അതാ അത് പോണു. നിങ്ങൾക്കത് മീൻ പിടിച്ചാൽ അറിയില്ല. ഞങ്ങളെ കാലത്തായിരുന്നു ഞങ്ങള് നല്ല മീനൊക്കെ പിടിച്ചിരുന്നു. മീൻ കിട്ടും. മീൻ പിടിച്ചാണെങ്കിൽ ഇങ്ങനെ ഇവർക്ക് മീൻ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാനതിന് വേണ്ടി റെഡി ആയിട്ടോ. പക്ഷെ മീൻ പോയിട്ട് സംഭവം പോലും വന്നിട്ടുണ്ടായില്ല. ഒന്നാമത് ഇതിൽ മീനില്ല തോന്നുന്നുണ്ട്. ഇവർ മീനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ പിടിച്ചു കൊടുക്കുന്നത്. ശരിക്ക് മീൻ ഇവിടെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കിട്ടേണ്ടതല്ലേ. ഞങ്ങൾ ഇതേപോലെ മീനൊക്കെ പിടിച്ചിട്ട് ഇതേപോലെ കുപ്പിയിലൊക്കെ ഇട്ട് നടന്നിട്ടുണ്ടായിട്ടോ. ഒന്നിനുമല്ല, ലാസ്റ്റ് അത് ജീവൻ നഷ്ടപ്പെട്ടു പോകുകയെന്നല്ലാതെ മീൻ പിടിച്ചിട്ട് ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാലും ഒരു രസമല്ലേ ആ കാലത്ത്, അങ്ങനെ ഒരു രസം. ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ മീൻ പിടിക്കലും ഇതേപോലെ വെള്ളത്തിൽ കളിക്കലൊക്കെ രസമല്ലേ. അതേപോലെ ഇവർക്കൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ ചെയ്ത പോലെ ഒന്നും പറ്റിയിട്ടില്ല. മീനില്ലാതെ മീൻ പിടിക്കുന്ന കാഴ്ചയുണ്ട് കാണുന്നത്. അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഷാളും പിടിച്ച് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് കേട്ടോ. ഇവിടെ അലക്കാറുണ്ട് തോന്നുന്നുണ്ട്. അവിടെ കല്ലുണ്ട് കേട്ടോ.
കുറേ മുമ്പൊക്കെ ഇവിടെ അലക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അലക്കാറുണ്ട് കേട്ടോ. കാരണം അവിടെ ഒരു അലക്ക് കല്ല് കാണാനുണ്ട്. അപ്പോൾ ചളിയില്ല സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് അലക്കാറുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ നാലോളം വീടുകളുണ്ട് കേട്ടോ. ഞാൻ നിൽക്കുന്നതിൻ്റെ ബേക്കൊക്കെ നിറച്ച് വീടുകളുണ്ട്. പിന്നെ ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത്, ആന വരും കേട്ടോ. ആന ഇറങ്ങി വരും. കാരണം ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി ചിലപ്പോൾ ആന വരാറുണ്ട് കേട്ടോ. പടക്കം പൊട്ടുന്ന കേൾക്കാറുണ്ട്. ഇവിടെ തിരുമ്പുണ്ടോ വേറെ? ഇവിടെ തിരുമ്പലുണ്ടോ? ഫോട്ടോ എടുക്കുക. ഇതിവിടെ കഴിയുവാ. ഇതുകൊണ്ട് മൈലാഞ്ചിട്ടരാ യാസിവാവേ. ഇതുകൊണ്ട് മൈലാഞ്ചിട്ടരാ. ഇതുകൊണ്ട് മൈലാഞ്ചിട്ടരാ വാ. ഞങ്ങളെ ഫസ്റ്റൊക്കെ കൈ ഇതാക്കേ, കൈ പൊന്തിച്ച്, കൈ മടക്കിയൊക്കെ. ഇവിടെയാണ് ഇടേ, കൈ മേലേക്ക് ഇങ്ങനെ കയറ്റിയൊക്കെ. ഇതുകൊണ്ട് മൈലാഞ്ചിട്ടരാ. ഞങ്ങളൊക്കെ ആദ്യം ഇത് പൊട്ടിച്ചിട്ട് കയ്യിലിങ്ങനെ ഇങ്ങനെ വെക്കട്ടോ. എന്നിട്ടിങ്ങനെ അമർത്തും. കണ്ടോ മൈലാഞ്ചി? കണ്ടോ? നയാസി വാനി കയ്യാട്ടെ. ഇവിടെ കയ്യാട്ടെ. ഞാൻ എൻ്റെ കയ്യാണ്. ഉണക്കിയിട്ട് വാ. ഉണങ്ങിയ കയ്യേതാ? ഇത് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കൈ ഇതാ ഇങ്ങനെ മൈലാഞ്ചിട്ടിന്. അപ്പോൾ ടാറ്റു ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കേട്ടോ ചെറുപ്പകാലത്ത് ഞങ്ങൾ ടാറ്റു ചെയ്തിരുന്നത്. അപ്പോൾ ഇതാ കുറച്ച് സമയം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു സംഭവം കിട്ടിയിട്ടോ. ഒന്നുമല്ല, ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ കളിവണ്ടിയായി ഉപയോഗിച്ചിരുന്ന ഒരു പാളട്ടോ, കവുങ്ങിൻ്റെ പാളട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് കളിക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതെടുത്തത്. പിന്നെ ഇതാ അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. പാട് ഈ വാഴക്കുള്ളതുകൊണ്ട് കൃഷികളുണ്ട്. അപ്പോൾ ആന ഇറങ്ങണ ഇങ്ങനെ വലിച്ച ചെരുപ്പ് പോട്ടില്ലേ? അപ്പൊ ആളെടുക്ക്. അപ്പൊ ആളിയിൽ ഇങ്ങനെ ഇരുന്ന് വലിച്ചു. ഇതെന്താ പറയാ? ഇതി കൂടി പരിയില്ലേ പോരി റോട്ടില് വാവി. മീനെ കാണലുണ്ട്, പക്ഷെ കിട്ടിയില്ല. ഇതി കൂടിയല്ലേ വന്നേ? വെറുതെ എടുത്താണ്. നൈക്കുടി വാ ചെല്ലി പാളാണ്ടേ. നോക്കൊക്കെ വെള്ളല്ലേ? ഞാൻ പോവാണ്. അപ്പൊ പാലെടുത്ത് പോരി വലിച്ചേരങ്ങളെ. അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അതാ ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് വീട്.
അപ്പോൾ വീടിൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ, അതാണ് വീടിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ വെള്ളം ഒലിച്ച് പോകുന്നത് കേട്ടോ, ഈ ചോല പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കൈ കിട്ടിയ പാള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരെ കയറ്റിയിട്ടൊന്ന് വലിച്ച് നോക്കാം കേട്ടോ. അങ്ങോട്ട് വെച്ചോ, അങ്ങോട്ട് മതി, നീ വലിച്ചോടാ വാ. അപ്പോൾ ഞങ്ങൾ പഴയകാല ഓർമ്മകളിലൂടെയൊക്കെ അങ്ങ് കടന്നു പോയിട്ടോ. അപ്പോൾ അന്നത്തെ കുട്ടിക്കാലായിരുന്നു രസം. ഇപ്പോൾ വളരേണ്ടിയിലായിരുന്നു എന്നൊക്കെ തോന്നുന്നത് ഇങ്ങനെ ഓരോ നിമിഷങ്ങളൊക്കെ കാണുമ്പോഴായിട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും നല്ല എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.